അഭിനേത്രിയായും പോപ്പ് ഗായികയായിട്ടുമൊക്കെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഉഷ ഉതുപ്പിൻ്റെ ജീവിതത്തിൽ അധികം ആരും അറിയാത്ത ഒരു അവിഹിത ബന്ധവും പ്രണയവുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉഷ ഉതുപ്പിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഭർത്താവ് ഇരിക്കെ തന്നെ ഒരു അന്യപുരുഷൻ കടന്നു വരേണ്ടി വന്ന ആ സാഹചര്യം എന്താണ് എന്ന് നമുക്കല്പം വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ഉഷ അയ്യർ എന്ന യുവതി വളർന്നു വരുന്നത്. പോകെ പോകെ അവരുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമൊക്കെ ബോംബെയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ മുംബൈയിലേക്ക് പറിച്ച് നടേണ്ടതായിട്ട് വന്നു. അതിന് കാരണം അവരുടെ പിതാവ് ഒരു പോലീസ് കമ്മീഷണറായിരുന്നു. പിന്നീട് സംഗീതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണമെന്ന മോഹത്തോടെ അവർ കൊൽക്കത്തയിലെത്തി. അവിടെ വെച്ച് നിശാ ക്ലബ്ബുകളിലും ബാറുകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ പാട്ടുപാടിക്കൊണ്ട് അവർ തൻ്റെ കരിയർ ആരംഭിച്ചു. ഉഷ ഉതുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ആ ശബ്ദത്തിൻ്റെ പ്രത്യേകതയും മനോഹരമായ ഭാവാദികളും ഗാനാലാപന ശൈലിയുമൊക്കെയായിരുന്നു. അന്നത്തെ കാലത്ത് ബാറിൽ ഒക്കെ പാടുക എന്നുള്ളത് ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉഷ ഉതുപ്പ് പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടു, പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിട്ടു. എന്നാൽ ഉഷയിലെ സംഗീതജ്ഞയെ തിരിച്ചറിഞ്ഞ, ഉഷയെയും സംഗീതത്തെയും ഒരുപാട് സ്നേഹിച്ച റാമോജി എന്ന വ്യക്തി ഉഷയുടെ 20-ാം വയസ്സിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. റാമോജിയുമായിട്ട് ഉഷ പ്രണയത്തിലാവുന്നു. തന്നെയും സംഗീതത്തെയും ഒരുപാട് സ്നേഹിച്ച അദ്ദേഹത്തെ തൻ്റെ പ്രിയതമനായിട്ട് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയും ചെയ്തു. എന്നാൽ അധികം താമസിയാതെ തന്നെ ഇവരുടെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയുണ്ടായി. അതൊന്നും അവർ വലിയ കാര്യമായിട്ട് പരിഗണിച്ചില്ല. അവർ തൻ്റെ സംഗീതവുമായിട്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കൊൽക്കത്തയിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ ഇങ്ങനെ ഗായികയായിട്ട് ഉഷ തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കോട്ടയംകാരനായ ജാനി ചാക്കോ ഉതുപ്പ് എന്ന വ്യക്തി അവിചാരിതമായിട്ട് ഉഷയുടെ പാട്ടുകൾ കേൾക്കുകയാണ്. പോകെ പോകെ അദ്ദേഹം ആ നൈറ്റ് ക്ലബ്ബിൽ സ്ഥിരം സാന്നിധ്യമായിട്ട് മാറുകയും എല്ലാ ദിവസവും ഉഷയുടെ പാട്ട് ആസ്വദിക്കുന്നതിനായിട്ട് കാണികളുടെ ഇടയിൽ മുൻ സീറ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. ധനാഢ്യനും സുന്ദരനും അതിലുപരി തന്നെ ഒരുപാട് ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ജാനിയിലേക്ക് ഉഷയുടെ ശ്രദ്ധ പതിയെ പതിയെ വഴിമാറുകയാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ ഉഷ മനസ്സിലാക്കുന്നു ഈ ആരാധകൻ തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന്. ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളിരിക്കെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഒക്കെയായിട്ട് തൻ്റെ പാട്ടുകൾ കേൾക്കുന്നതിനായിട്ട് എല്ലാ ദിവസവും ക്ലബിൽ കൃത്യമായിട്ട് വരുന്ന ജാനിയോട് പോകെ പോകെ ഉഷയ്ക്ക് ഇഷ്ടമാകുന്നു, പ്രണയമാകുന്നു. അങ്ങനെ ഒരു നിമിഷം അവർ തിരിച്ചറിയുന്നു, അതേ ഇനി ജാനി ഇല്ലാതെ തനിക്ക് മുന്നോട്ട് പോകുവാനേ കഴിയില്ല എന്ന്. അന്ന് ഉഷയുടെ പ്രായം എന്ന് പറയുന്നത് കേവലം 22 വയസ്സ് മാത്രമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ പ്രണയവും കുടുംബജീവിതവും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കടന്നു പോകുന്ന ഒരു അവസരത്തിൽ ഉഷയെ പതിവ് പോലെ പാട്ടുപാടുന്നതിനായിട്ട് നൈറ്റ് ക്ലബിൽ അവരുടെ ഭർത്താവായ റാമോജി കാറിൽ കൊണ്ടുവന്നാക്കുന്നു. അപ്പോൾ അതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ആവർത്തിക്കുന്ന പോലെ അദ്ദേഹവും ആ നൈറ്റ് ക്ലബിലേക്ക് കടന്നു വരുന്നു. അവിടെയുള്ള 1-2 സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു അവസരത്തിൽ ഇതാ നമ്മുടെ നായകൻ അല്ലെങ്കിൽ ഉഷയുടെ പുതിയ കാമുകനായ ജാനി ഉഷ ഉതുപ്പിൻ്റെ ഭർത്താവായ റാമോജിയെ ചെന്ന് പരിചയപ്പെടുന്നു. അപ്പോഴേക്കും ഉഷ തൻ്റെ സംഗീത പരിപാടികളിലേക്ക് മുഴുകിയിരുന്നു. പാട്ടൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ തുടങ്ങുന്ന സമയത്താണ് തൻ്റെ ഭർത്താവും ജാനിയുമായിട്ട് സംസാരിക്കുന്നവർ കാണുന്നത്. അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും സംഗീത പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങി വരുന്ന ഉഷ ഉതുപ്പ് തൻ്റെ ഭർത്താവിനെ നോക്കിയിട്ട് കാണുവാനേ ഉണ്ടായിരുന്നില്ല. അതെ, അദ്ദേഹം തൻ്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു. എന്തായാലും തിരിച്ചു പോകാൻ വാഹനമൊന്നും കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഉഷയുടെ മുന്നിലേക്ക് സഹായഹസ്തവുമായിട്ട് നമ്മുടെ കോട്ടയംകാരൻ ജാനി ചാക്കോ കടന്നു ചെല്ലുന്നു.
ഞാൻ തന്നെ തൻ്റെ വീട്ടിലാക്കാമെന്ന് മനോഹരമായ ഒരു വാഗ്ദാനവും നൽകുന്നു. എന്തായാലും തൻ്റെ കാമുകനായ ജാനിയുടെ ഒപ്പം ഉഷ കാറിൽ പോകുന്നു. കാറിൽ വെച്ച് അവർ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല എന്നാണ് ഉഷ അവകാശപ്പെടുന്നത്. അവർ വീട്ടിൽ ചെന്നു. കോളിംഗ് ബെൽ അടിച്ചു. പതിവുപോലെ ഭർത്താവ് വാതിൽ തുറന്നു. പക്ഷേ കൂടെ ജാനിയെ കണ്ടപ്പോൾ അദ്ദേഹം കോപാകുലനായി. മിസ്റ്റർ ജാനി, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല എന്ന തരത്തിൽ അതിരൂക്ഷമായിട്ട് സംസാരിച്ചു. എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉഷയ്ക്ക് മനസ്സിലായില്ല. വീട്ടിൽ പ്രവേശിച്ചതിന് ശേഷം ജാനിയുമായിട്ട് റാമോജിയും ജാനിയുമായ, അതായത് ഉഷയുടെ ഭർത്താവായ റാമോജിയും ജാനിയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ രത്നചുരുക്കം അദ്ദേഹം ഉഷയോടിങ്ങനെ പറയുകയുണ്ടായി. നിങ്ങളുടെ ഭാര്യയുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ഞാൻ അഗാധ പ്രണയത്തിലാണ്. അവളെ വിവാഹം കഴിക്കണം, അവളില്ലാതെ ഇനി എനിക്ക് ജീവിക്കാനേ കഴിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജാനി എന്ന ആസ്ഥാന കാമുകൻ അവരുടെ ഭർത്താവിനോട് പറയുന്നത്. ഇത് കേൾക്കുന്ന ഭർത്താവിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ശരിക്കും ഒത്തിരി നിരാശപ്പെട്ടു പോയി, ടെൻഷനായി, എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നുപോയി. അപ്പോൾ അദ്ദേഹം ഉഷയോട് ചോദിച്ചു, എന്താണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്താണ് എന്ന്. അപ്പോൾ ഉഷ ഈ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടി തരിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, അതെ, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് സത്യമങ്ങ് തുറന്നു പറഞ്ഞു. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയെ സംശയിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത് ഉഷയ്ക്കേറ്റ അപമാനമായതുകൊണ്ടാവാം അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതെന്ന് അദ്ദേഹം കരുതി. മാത്രമല്ല, തൻ്റെ ഭാര്യ മറ്റൊരാളെ പ്രണയിക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനുമായില്ല. പോകെ പോകെ ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു, അതെ, ഉഷയുടെ ഉള്ളിൽ സംഗീതവും നമ്മുടെ കോട്ടയംകാരൻ്റെ പുതിയ കാമുകനായ ജാനി ചാക്കോയും മാത്രമേ ഉള്ളൂ, തന്നെ അവിടെ ഇല്ല എന്ന്. ഇനിയും ആ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിയിട്ട് ഇല്ലെങ്കിൽ ഉഷയുടെ ഭർത്താവ് എന്ന ലേബലുമായിട്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ, തന്നേക്കാൾ അവൾക്ക് പ്രിയപ്പെട്ടവനായ ഒരു പുരുഷനെ കാമിക്കുമ്പോൾ താൻ എന്തിനാണ് അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, പിരിയുക. ഉഷയെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല എന്ന് പറയുന്നത് പോലെ തന്നെ ഉഷയ്ക്ക് ഇത് അനുഗ്രഹമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അവർ തമ്മിൽ പിരിയുന്നു. അതിനുശേഷം ജാനി ചാക്കോ ഉതുപ്പിനെ ഉഷ ഉതുപ്പ് കല്യാണം കഴിക്കുകയും അങ്ങനെ ഉതുപ്പെന്നുള്ള നാമധേയം അവർ കൂടെ കൂട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് അവർക്ക് 2 കുട്ടികളൊക്കെ ജനിക്കുന്നത്. പോകെ പോകെ ഉഷ ഉതുപ്പ് സംഗീതത്തിലേക്ക് കൂടുതൽ തിരക്കുകളിലേക്ക് വന്നു. അവർ വീണ്ടും ബോംബെയിലേക്ക് മടങ്ങി. പിന്നീട് അവർ സിനിമയിലേക്കും മറ്റ് പല കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ തൻ്റെ സംഗീത ലോകത്ത് കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു. എന്തു തന്നെയാണെങ്കിലും ജാനി ചാക്കോയുടെ ഒപ്പമുള്ള ജീവിതം, അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിട്ട് തന്നെ ഉഷ ഉതുപ്പ് തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി. അവർക്കൊരു മകനുണ്ടായിരുന്നു. ദീർഘകാലമായിട്ട് അദ്ദേഹം രോഗബാധിതനായിരുന്നു. പക്ഷേ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തുവെങ്കിലും മകന് അകാലത്തിൽ മരണപ്പെട്ടു. ആ ഒരു വേദനയുമായിട്ട് ഉഷ ഉതുപ്പ് മുന്നോട്ട് പോകുമ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉഷയുടെ പ്രാണനാഥനായ ജാനി ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്തായാലും സംഗീതത്തിൻ്റെ ഒരുപാട് ഉയരങ്ങളെ കീഴടക്കുമ്പോഴും ആദ്യ ദാമ്പത്യ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉഷ എന്ന ചെറുപ്പക്കാരിയെ ജീവിതത്തിൽ എപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വിവാഹത്തിൽ പ്രതീക്ഷിക്കുന്ന ഒന്നും തങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നറിയുമ്പോൾ, ഇല്ലെങ്കിൽ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വിട്ടും കുത്തും അലമ്പും കണ്ണീരുമായിട്ട് ജീവിതം മുഴുവൻ തൊലച്ച് കളയാതെ നല്ല ഒരു അവസരത്തിൽ തന്നെ ആ ബന്ധം അവസാനിപ്പിച്ച് ശാന്തമായ ജീവിതത്തിലേക്ക് കടക്കാനും തൻ്റെ സംഗീതത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാനും ഉഷയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഉഷ ഉതുപ്പിൻ്റെ വിജയമായിട്ട് തന്നെ നമ്മളെ കണക്കാക്കണം. അതെ, അവരെടുത്ത തീരുമാനം വളരെ മികച്ച ഒന്നായിരുന്നുവെന്ന് കാലം തെളിയിച്ചിട്ടുമുണ്ട്.